एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്യുതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. യാതൊന്ന് ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ തത് അങ്ങനെ ഇരിക്കുന്ന അസ്മാകം നമ്മുടെ ഫലം ശക്തി അല്ലെങ്കിൽ സേനാബലം അപര്യാപ്തം അളവറ്റതാണ് ഭീമാഭിരക്ഷിതം ഭീമനാ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. ഇവിടെ ശ്രദ്ധിക്കുക, ഒരെണ്ണം പറഞ്ഞിരിക്കുന്ന ഭീഷ്മാഭിരക്ഷിതം എന്നാണ്, മറ്റൊന്ന് ഭീമാഭിരക്ഷിതം എന്നാണ്. ഭീമാഭിരക്ഷിതം ഭീമനാ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏതേഷാം ഇവരുടെ ഇതം ഫലം തു ഈ സൈന്യഫലമാകട്ടെ പര്യാപ്തം പരിമിതമാണ്, അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാ സുരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഇതാണ് ഇതിൻ്റെ സാമാന്യാർത്ഥം. ഇവിടെ എന്താണ് പറയുന്നത്? ദുര്യോധനൻ ഇരു സൈന്യത്തിൻ്റെയും ആ ബലത്തെ താരതമ്യപ്പെടുത്തുകയാണ്. ദുര്യോധനൻ പറയുന്നു, തൻ്റെ ഭാഗത്തുള്ള ആ സൈന്യം ഒരുപാടുണ്ട്. 11 അക്ഷൗഹിണി പടയാണ് കൗരവരുടെ പക്ഷത്തുള്ളത്. പാണ്ഡവരുടെ പക്ഷത്താണെങ്കിൽ 7 അക്ഷൗഹിണി പടയാണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ സൈന്യബലമുള്ളത്? കൗരവർക്ക് തന്നെ. അതുമാത്രമല്ല, ഇവിടെ ഭീഷ്മരാണ് സർവ്വസൈന്യാധിപനായിട്ട് നിൽക്കുന്നത്. അപ്പുറത്ത് ദൃഷ്ടദ്യുമ്നനാണ് എങ്കിലും അവിടെ എടുത്തു പറയുന്നത് ഭീമനെയാണ്. കാരണം അത്രയും ശക്തിയാണ് ഭീമനുള്ളത്. അതിൽ ദുര്യോധന ഒരല്പവും അസൂയയും ഭയവും ഉണ്ടായിരുന്നു. കാരണം ഭീമൻ്റെ അത്ര ബലമൊന്നും ദുര്യോധനനില്ല. മാത്രമല്ല, ഭീമൻ തന്നെ കൊല്ലുമെന്ന് നന്നായിട്ട് ആർക്കറിയാം? ദുര്യോധനനറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭീമന് അത്രയും ശക്തിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഭീഷ്മരുടെ അത്രയും പോരാ എന്നാണ് ദുര്യോധനൻ്റെ പക്ഷം. അതുകൊണ്ട് യുദ്ധത്തിൽ നിശ്ചയമായിട്ടും ആര് ജയിക്കും? തൻ്റെ പക്ഷം തന്നെ ജയിക്കുമെന്ന് ദുര്യോധനൻ കരുതുന്നു. അതാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഭീഷ്മർ ആണ് സർവ്വസൈന്യാധിപനായിട്ട് ഇരിക്കുന്നത്. എന്നാൽ യുദ്ധം നടന്ന് 10ാമത്തെ ദിവസം ഭീഷ്മർ ശരശയ്യയിലാവുന്നു. പിന്നീട് സർവ്വസൈന്യാധിപ സ്ഥാനം കൈമാറുന്നു. ഭീഷ്മർക്കറിയാം താൻ 10ാമത്തെ ദിവസം ശരശയ്യയിലാവുമെന്ന്. അതിന് കാരണം ഉണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശാപം തന്നെയാണ് അതിന് കാരണം. ആ ശാപം എന്താണെന്നും അതിൻ്റെ കഥയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.